നമസ്കാരം. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളീഭാവമായ ചാമുണ്ഡി അഥവാ ചാമുണ്ഡേശ്വരിയാണ്. ഒരേ ഭഗവതി സങ്കല്പം ഇവിടെ 3 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. കരിക്കകത്തമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പല ആചാരങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇവിടുത്തെ പ്രശസ്തമായ നട തുറപ്പിക്കൽ വഴിപാടിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. അടഞ്ഞു കിടക്കുന്ന നട നമുക്ക് വേണ്ടി മാത്രം തുറക്കുന്നൊരു വഴിപാടാണിത്. ആ സമയത്ത് നമ്മൾ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ ദേവി അത് നമുക്ക് നടത്തി തരുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായിട്ട് പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ ചാമുണ്ഡേശ്വരി, ആദിപരാശക്തിയുടെ കാളീഭാവം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സാന്നിധ്യം ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തപുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മാറാരോഗങ്ങൾ മാറുന്നതിനും ദുരിതശാന്തിക്കും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ഭഗവതി സങ്കല്പം ഇവിടെ 3 ഭാവങ്ങളിലാണ് ആരാധിക്കപ്പെടുന്നത്. അടുത്ത ഭാവം രക്തചാമുണ്ഡിയാണ്. ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ഡി. ഭദ്രകാളിയുടെ വലിയ ചുവർ ചിത്രമാണ് ഈ നടയിലുള്ളത്. പ്രതിഷ്ഠ ഒന്നും തന്നെയില്ല. എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഈ നടയിൽ നടതുറപ്പ് വഴിപാട് നടക്കുന്ന സമയത്ത് 1 മിനിറ്റ് മാത്രമാണ് ദർശന സമയം. കരിക്കകം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു വഴിപാട് കൂടിയാണ് നട തുറക്കൽ വഴിപാട്. ക്ഷിപ്രപ്രസാദിനിയും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അമ്മയുമാണ് ശ്രീ രക്തചാമുണ്ഡി. പണ്ട് രാജഭരണകാലത്ത് നീതി നിർവഹണത്തിനു വേണ്ടി ഈ സങ്കേതത്തിൽ വന്ന് സത്യം ചെയ്യുക എന്നത് ഒരു ചടങ്ങായിരുന്നു. കോടതി, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ തെളിയാത്ത കേസുകൾക്ക് ഈ നടയിൽ വന്ന് സത്യം ചെയ്യുന്നത് നിത്യസംഭവമാണ്. ഇപ്പോഴും നാടിൻ്റെ പല ഭാഗത്തു നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തി 101 രൂപ അടച്ച് നട തുറക്കൽ വഴിപാട് നടത്താറുണ്ട്. ഈ നടയിലെ പ്രധാന പൂജ ശത്രു സംഹാര പൂജയാണ്. വിളിദോഷങ്ങൾ മാറുന്നതിനും ക്ഷുദ്രപ്രയോഗങ്ങൾ മാറാനും ദൃഷ്ടിദോഷം, കൈവിഷം എന്നിവയൊക്കെ അകലാനും ഈ ഒരു പൂജ ഉത്തമമാണ്. ഈ നടയിലെ നടതുറപ്പ് നേർച്ച ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 7:15 മുതൽ 11 മണി വരെയും വൈകുന്നേരം 4:45 മുതൽ 6 മണി വരെയും നടത്താവുന്നതാണ്. അടുത്ത ദേവീഭാവം ബാലചാമുണ്ഡിയുടേതാണ്. സൗമ്യസുന്ദര രൂപത്തിലുള്ള ഭഗവതിയാണ് ഇത്. ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയുടെ ചുവർ ചിത്രമാണ് ഇവിടെയുള്ളത്. സരസ്വതി ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു. ഈ നടയിൽ ദർശനം നടത്തുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് കണക്കാക്കുന്നത്. കുട്ടികളില്ലാത്ത ദമ്പതികളും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയെല്ലാം ഇവിടെ ഭക്തരെത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നടയിലും നമുക്ക് നട തുറപ്പിക്കൽ വഴിപാട് നടത്താവുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായിട്ട് മഹാഗണപതി, ധർമ്മശാസ്താവ്, ഭുവനേശ്വരി, മഹാദേവൻ, നാഗരാജാവ്, ഗുരു, മന്ത്രമൂർത്തി എന്നിവരാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ 13 വെള്ളിയാഴ്ച തുടർച്ചയായി രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ആഗ്രഹ സാഫല്യം ഉണ്ടാകാൻ ഉത്തമമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. കടുംപായസം മറ്റൊരു പ്രധാന വഴിപാടാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നട തുറപ്പിക്കലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 11:50 വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:10 വരെയുമാണ്.